ഹായ് ഗിഡികളെ, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചെന്നൈയിലേക്ക്. ചെന്നൈ എന്താന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഫസ്റ്റ് ടൈമിലാണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ വേറെ ഒരാളെ തപ്പി ഇറങ്ങിയതാണ്, വേറെ ആരുമല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനി സാറിനെ തപ്പി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പൊങ്കലിൻ്റെ തലേദിവസമാണ് ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ഇനിയിപ്പോൾ ബസ്സിന് പോകണോ ട്രെയിനിന് പോകണോ, അവിടെ ചെന്നാൽ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. പുള്ളിയുടെ വീട് തന്നെ അറിയില്ല. ചെന്നൈയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് ലൊക്കേഷനൊക്കെ അയച്ചു തന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. നേരെ കോയമ്പത്തൂരിൽ നിന്ന് സ്ട്രെയിറ്റ് റോഡിൽ അങ്ങോട്ട് പിടിച്ച് അങ്ങനെ പോണ വഴികളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചിരുന്ന് അവിടുത്തെ ആൾക്കാർ ചോദിച്ചു എന്താ പൈത്യമാന്ന്. കാരണം കേരള ടു ചെന്നൈ, അതും ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമ്മുടെ തലവറ കാണാനാണ് പോണത്. ജോലിക്കുമല്ല, വേറെ ഒരു കാര്യത്തിനല്ല, അത് ഫസ്റ്റ് ടൈമിൽ പോണത്. അപ്പോൾ അവിടെയുള്ളവർക്ക് ഒരു അതിശയം. പിന്നെ ക്ഷീണം കൊണ്ട് ഓരോ ബസ് സ്റ്റോപ്പിലൊക്കെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് കിടക്കുമ്പോഴേക്കും ഫാൻ ഉണ്ടായിരുന്നു, കറണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കൊതുക് കടിയും അതിനപ്പുറത്തുണ്ട്. 1.5 ലക്ഷം കൊതു തന്നെ ഉണ്ട് ഇതുകൊണ്ട്. അതുകൊണ്ട് ഉറക്കവും ഇല്ല, ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. നേരെ വെച്ച് പിടിച്ച് കാലത്ത് തന്നെ തലവറ വീടിൻ്റെ മുമ്പിലെത്തി. പുലർച്ചെ 4 മണിക്ക് തലവറ തന്നെ വെച്ചിട്ടുണ്ട് ഏതീ കുരിപ്പെന്ന്. അത് മുഖം കണി കണ്ടത് തന്നെയാണ്. എൻ്റെ കണി കണ്ടപ്പോൾ എനിക്ക് തന്നെ ആകെ എന്തോ പോലെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ വർഷം എന്താവോ എന്തോ ഇങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ മുഖമാണല്ലോ കണ്ടത്, ഇനി ഒന്നും നോക്കാനില്ല. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടന്മാരോട് ചോദിച്ചു പുള്ളി എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുക കറക്റ്റ് എന്ന്. അങ്ങനെ പൊങ്കൽ ടൈം ആണല്ലോ, അപ്പോൾ ആൾ പറഞ്ഞു 9 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇരുന്ന് ഇരിപ്പാ, കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ വേണ്ട കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഭക്ഷണം അപ്പോഴും കഴിച്ചില്ല, ഒരു കട്ടൻ ചായ അടിച്ച് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ നൈറ്റിൽ പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വീഡിയോസും ഫോട്ടോസും കുറച്ച് ഡയലോഗും പാട്ടൊക്കെ ആയിട്ട് ഞാൻ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളീനെ ഒരു 9 മണിക്ക് കാണാൻ വന്നപ്പോൾ പുള്ളീനെ കാണാൻ പറ്റിയില്ല. ഭയങ്കര കൂട്ടായിരുന്നു, ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഞാൻ. തിക്കും തിരക്കും തിരുവാതിര എന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ സെക്യൂരിറ്റിക്കാരനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു ആഞ്ഞൊരു തള്ളിക്കഴിഞ്ഞാൽ എന്തായാലും സെക്യൂരിറ്റിക്കാരനും ഞാനും പുള്ളിയുടെ നെഞ്ചത്തേക്കായിരിക്കും വീഴുക. അമ്മാതിരി തള്ളലായിരുന്നു ബാക്കിൽ നിന്ന്. പിന്നെ 2 കുട്ടികളുണ്ടായിരുന്നു. അവർ ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കുട്ടികളുടെ കരച്ചിൽ. അപ്പോൾ കുട്ടികളെ ഞാൻ സേഫ് ആക്കുന്ന ഇടയിൽ തലവർ ജസ്റ്റ് വന്ന് പോയതേ ഞാൻ കണ്ടുള്ളൂ. എനിക്കാകെ സങ്കടമായി, ഞാൻ കരഞ്ഞു. ഇത്ര ദൂരം വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണാനല്ലോ പറ്റുള്ളൂ. ആ ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ, പുള്ളിനെ കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നി. ഭയങ്കര എന്തോ ഇത്രയും ആഗ്രഹിച്ച ഒരാൾ നമ്മുടെ തൊട്ട് മുൻപിൽ വന്ന് നിൽക്കല്ലേ, ആ ഒരു സങ്കടവും സന്തോഷവും. പിന്നെ ഇത്രയധികം തിരക്കിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ, അത് ഫ്രണ്ടിലായിരുന്നിട്ട് പോലും ഭയങ്കര തള്ളലായിരുന്നു. എന്നിരുന്നാലും ഞാൻ കരഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരും എല്ലാവരും, എന്താ പറയുക, പോലീസുകാരും മീഡിയക്കാരും എല്ലാവരും എന്നോട് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ഭയങ്കര സന്തോഷമായി എനിക്ക്. ആ സമയത്ത് സന്തോഷമല്ല തോന്നിയത്, ഫുൾ കരച്ചിലായിരുന്നു. ഇൻ്റർവ്യൂവിന് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നോട് എന്തെങ്കിലും തലവറയെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ തലവറയെക്കുറിച്ച് 2 വാക്കൊക്കെ പറഞ്ഞ് അവിടുന്ന് എനിക്ക് ഫോട്ടോ, തലവറ ഒപ്പിട്ട ഫോട്ടോ, ചോക്ലേറ്റൊക്കെ തന്നു. ഭയങ്കര സന്തോഷമായി. എല്ലാവരും എൻ്റെ കൂടെ നിന്നു. തലവറ ഫാൻസുകാരും തലവറ വീട്ടിലെ സെക്യൂരിറ്റിക്കാരും മെയിൻ സെക്യൂരിറ്റിയും എല്ലാവരും ആ സമയത്ത്, മീഡിയക്കാരും എല്ലാവരും എൻ്റെ, എന്താ പറയുക, ഭയങ്കര ഇതായിട്ട് ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും ഭയങ്കര സന്തോഷമായി. അവസാനം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഇത്രയും ദൂരം പോയിട്ട് പുള്ളീനെ കാണാനും പറ്റി. എന്നാൽ ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ചുറ്റിലും ഇത്രയും പേര് നിന്ന് എന്നെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ആ പുള്ളിയോടുള്ള സ്നേഹവും ആരാധനയും അത് എന്നോടും, ഞാൻ ആളുടെ ഫാനാണല്ലോ, കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തോ വലിയൊരു ഗിഫ്റ്റ് കിട്ടിയ പോലെ എന്ന് തോന്നിയത്. അങ്ങനെ തിരിച്ചു പോരുമ്പോഴും തലവറ വീട്ടിലൊന്ന് കയറി. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടന്മാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി തിരിച്ചു പോകണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു പോകണില്ല, ഇവിടെ തന്നെ നിൽക്കാൻ പോകാമെന്ന് പറഞ്ഞ് അവരടുത്ത് ചിരിച്ചു. അവരെനിക്ക് ഫോട്ടോയൊക്കെ തന്നു, ഒപ്പിട്ട ഫോട്ടോ ഒരെണ്ണം കൂടി തന്നു, ചോക്ലേറ്റൊക്കെ തന്നു, ടാറ്റയൊക്കെ പറഞ്ഞ് സന്തോഷപൂർവ്വം തലവറ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ യാത്രയായി.